ഇന്നലെ നമ്മളൊരു ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നില്ലേ, അതിൽ പകുതി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമുക്ക് ഇന്ന് ഇത്തിരി കട്ട്ലറ്റ് ഉണ്ടാക്കാം. 1/2 കിലോ ചിക്കൻ കാണും. അത് കഴുകിയൊക്കെ നേരത്തെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ച് ഇങ്ങനെ എടുക്കാം. അതിലോട്ടൊരു ശകലം കുരുമുളക് ലേശം ഇടുന്നുള്ളൂ. ഇത്തിരി ചിക്കനല്ലേ ഉള്ളൂ. ഇത്തിരി കുരുമുളക് പൊടി, ശകലം ഗരം മസാലപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, അതും ശകലമേ ഇടുന്നുള്ളൂ. ഇത്തിരിയും ചിക്കനേ ഉള്ളൂ. ഇതിട്ട് ശകലം ഉപ്പ് ഇട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം കാണും. ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചേക്കും. 1 സ്പൂൺ വെള്ളം. രണ്ട് വലിയ പൊട്ടറ്റയും ഒരു ചെറുതും ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. തൊലിയോട് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ് അതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 2 ഉള്ളി, അത് 2 ചെറിയ ഉള്ളിയാണ്, അതും അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക്, ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വരട്ടി എടുക്കാം. പൊട്ടറ്റോ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ശരിക്കും പൊടിക്കണം. ഇത് കഷണങ്ങൾ കിടക്കാനേ പാടില്ല. അത് വേറൊരു വീഡിയോ കണ്ടിങ്ങനെ അരിപ്പയുടെ മേളിൽ വെച്ച് ഇങ്ങനെ ഉടച്ചിടുന്നുണ്ട്. ഇതല്ലാതെ അങ്ങ് ശരിയാക്കാം. അതവിടെ ഇരിക്കട്ടെ. 4 വിസിലടിച്ച ചിക്കനാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അതൊന്ന് നമുക്കത് വെച്ച് തന്നെ പറ്റിച്ചെടുക്കാം, തുറന്ന് വെച്ച്. ചിക്കൻ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത്തിരി വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്തിരി ഇഞ്ചി, ഒരു മണത്തിനാണ്. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും. സവാളയുടെ അങ്ങോട്ടിടും. അടുത്തോട്ട് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, ഒരു 3 കതപ്പ് കരിയാപ്പില അരിഞ്ഞങ്ങിടാം. അപ്പോൾ ഒരു മണം വരുമല്ലോ. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്ന് ഇനി നമുക്ക് ആ ചിക്കനൊന്ന് സ്ലൈസാക്കി കൊണ്ടുവരാം. ചിക്കൻ എല്ലോടുകൂടി ആയതുകൊണ്ട് ഇതൊന്ന് പറിച്ചെടുക്കട്ടെ. എല്ലൊക്കെ മാറ്റി നമുക്ക് ഇറച്ചി മാത്രം എടുക്കാം. ബോൺലെസ് ആയിരുന്നു, എളുപ്പമായിരുന്നു. നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തത് ഇത്രയേ ഉള്ളൂ ഇറച്ചി. ബാക്കി മൊത്തം എല്ലായിരുന്നു. ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. ഉണ്ട്, നല്ല പൊടിയായിട്ട് ഉണ്ട്. ഒരു പിഞ്ച് കുരുമുളക്, ഇത്തിരി ഗരം മസാല, ഇത്തിരി
ചിക്കൻ ഇതിലിട്ടൊന്ന് ഇളക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പൊട്ടറ്റോയും അതിലിട്ട് നമുക്കൊരു സാധനമില്ല, ഇച്ചിരി മല്ലിയിലയൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു മണമൊക്കെ വന്ന് മേടിക്കാൻ മറന്നുപോയി. ശകലം മീറ്റ് മസാല ഇത്ര മതി. എല്ലാം കൊട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ കുഴയ്ക്കും. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി കറിവേപ്പിലയൂടെ ഇടുവാണ്. നമുക്കത് ഓഫ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. 2 മുട്ട പൊട്ടിച്ച് വെച്ച് ഒരു നുള്ളുപ്പ്. ഇതൊക്കെ ഇടുമ്പോൾ ഒരു മണം വരും അതിന്. ഒരു നുള്ളു കുരുമുളക്, ഒരു നുള്ളു ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കും. അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. എണ്ണ ചൂടാവാൻ വെക്കുക. എണ്ണ ചൂടാവട്ടെ. എണ്ണ നല്ലപോലെ ചൂടാവണം. ഇത് നമുക്കൊരു 16 എണ്ണം കിട്ടിയിട്ടുണ്ട്. പല വലിപ്പമൊക്കെയാണ്. 2 പേര് വെട്ടിയുണ്ട്, 2 സൈസൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കച്ചവടത്തിനൊന്നും അല്ലല്ലോ, തിന്നാനല്ലേ, അപ്പോൾ കുഴപ്പമില്ല. കച്ചവടത്തിനൊക്കെ ആണെങ്കിൽ ഒരേ വലിപ്പത്തിൽ ഒക്കെ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് മുട്ടയെ മുക്കി ബ്രെഡ് ക്രംസ് മുക്കി നല്ല മുക്കിയെടുക്കുക. ഇത് 4 ബ്രെഡ് പൊടിച്ചതാണ്. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇട്ട് നോക്കാം. നമ്മുടെ കട്ട്ലറ്റ് 5-6 എണ്ണം വറുത്ത് വെച്ചു. ബാക്കി ഇരിക്കുന്നേ ഉള്ളൂ. അത് പിന്നെ പതുക്കെ വറക്കുന്നുള്ളൂ. ഇത് വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട്. ഞാൻ തിന്ന് കാണിക്കാം. ഇവിടെ ആ തിന്നൊക്കെ കഴിഞ്ഞ ആൾക്കാർ കണ്ടോ, കിളുമ്പോൾ ആ ശബ്ദം കേട്ടോ. നല്ല ചുമ്മാതെ കഴിക്കാം, സോസ് കൂട്ടി കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.